സൂര്യ അണ്ണയുടെ കറുപ്പ് എന്ന പടം தியேட்டரில் பார்த்தாச்சு. ஆர்ஜே பாலாஜி அண்ணா என்ன சார் பண்ணி வச்சிருக்கிற? இந்த படத்துக்கு സോഷ്യൽ മീഡിയാവിൽ വൻ പോസിറ്റീവ് റിവ്യൂ എല്ലാം பார்த்தாச்சு. ആനാ പടം എനിക്കൊരു ബിലോ ആവറേജ് പടമായിട്ടാണ് അനുഭവപ്പെട്ടെ. സൂര്യയുടെ കറുപ്പ് എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ഒരു ബിലോ ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമ എനിക്ക് ഒട്ടും വർക്കായില്ല. ആകെ രണ്ട് പോസിറ്റീവായി ഈ സിനിമയിൽ എനിക്ക് പറയാനുള്ളൂ. ഒന്ന്, ഇന്ദ്രൻ സേട്ടൻ്റെ പ്രകടനം. പുള്ളി അടിപൊളിയായിട്ട് പുള്ളിയുടെ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ഇമോഷണൽ സീനുകളിലും കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ടാണ് പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തത് സൂര്യയുടെ സ്ക്രീൻ പ്രസൻസും സ്വാഗുമാണ്. പുള്ളിയുടെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്തേക്കുന്ന രീതി അത് നല്ല രസമായിരുന്നു. പുള്ളിയുടെ ആ ഒരു സ്വാഗ് നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് സിനിമയിൽ. ഇത് രണ്ടും മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിനിമയിൽ വേറെ ഒന്നുമില്ല. തമിഴ് സിനിമകളിൽ നമ്മളൊരു 10 കൊല്ലം മുമ്പ് കണ്ടിരുന്ന ഒരു സെയിം ടെംപ്ലേറ്റഡ് മാസ് തട്ടുപൊളിപ്പൻ ആക്ഷൻ സിനിമയാണ്. പക്ഷേ സിനിമയിലെ ആ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും വർക്കായില്ല. അപ്പൊ ഈ സിനിമ ശരിക്കും ഒരു സ്പൂഫ് ഫിലിമായിട്ടാണോ എടുത്തതെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം കുറെ സ്ഥലങ്ങളിൽ കുറെ കോമഡിയൊക്കെ വരുന്നുണ്ട്, കുറെ സ്ഥലങ്ങളിൽ സ്പൂഫായിട്ട് വരും, കുറെ സംഭവങ്ങൾ ദൈവത്തിന്റെ ഒക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവര് എല്ലാം കൂടി മിക്സ് ആക്കിയ ഒരു അവിയൽ സിനിമയായിട്ടാണ് കറുപ്പ് എടുത്തു വെച്ചിരിക്കുന്നത്. ആർ.ജെ. ബാലാജി ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളി തന്നെ ഈ സിനിമയിൽ വില്ലന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പിന്നെ നായികയായിട്ട് വരുന്നത് തൃഷ കൃഷ്ണനാണ്. ജസ്റ്റ് പേരിനൊരു നായിക എന്നുള്ളൊരു സംഭവമാണ്. ഒട്ടും ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ല പെർഫോമൻസ് ഒന്നും. അപ്പൊ സൂര്യക്ക് ഒരു ഫാൻ സർവീസ് എന്ന രീതിയിലാണ് ആർ.ജെ. ബാലാജി ഈ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വർക്കായി എന്നല്ലാതെ സിനിമ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ബിലോ ആവറേജ് നിൽക്കുന്ന ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത്.